ഹായ്, നമസ്കാരം. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? യെസ് സർ. എല്ലാവരും ഓക്കെ. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ വോയിസ് മ്യൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കമന്റ് ബോക്സിലോട്ട് നിങ്ങൾ വരണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ അൺമ്യൂട്ട് ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. സാധാരണ ഈ ലൈവ് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സൂമിൽ. സോ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രം മതി. അപ്പം എല്ലാ ആൾക്കാരും ഈ പറയുന്ന ടീച്ചിങ് എക്സാംസിന് വേണ്ടിയൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കോർ ഏരിയ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. എനിക്കറിയാം, എല്ലാവരും നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ പുലികളാണ്. പക്ഷേ ഒരു PSC എക്സാം, നമ്മുടെ ഈ ഒരു ടീച്ചിങ് എക്സാമിന് വേണ്ടിയുള്ള HSA, HSST പോലുള്ള എക്സാംസിന് നിങ്ങളുടെ ഏരിയ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ പോരാ. അതിന് ഉപരി നിങ്ങൾ ഈ പറയുന്ന സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ട്, നമുക്ക് 4 പാർട്ടുകളായിട്ടാണ് HSSTയുടെ സിലബസ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി തേർഡ് പാർട്ടിലോട്ട് വരികയാണെങ്കിൽ അവിടെയും 10 മാർക്കിനാണ്. അവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്, സാലിയന്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ, ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം. ഈ 2 ഏരിയയാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ അല്ല, സോറി, 4ാമത്തെ പാർട്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്കവിടെ റിനൈൻസൻസ് ഇൻ കേരളയും അതുപോലെ തന്നെ ജനറൽ നോളജും കറണ്ട് അഫേഴ്സും പഠിക്കാനുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് നിങ്ങളുടെ കോർ ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് 30 മാർക്കിൻ്റെ ഒരു ഏരിയ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ഒരു PSC HSST പോലുള്ള അല്ലെങ്കിൽ HSA പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതൊരു വലിയൊരു മാർക്ക് തന്നെയാണ്. 30 മാർക്ക് എന്ന് പറയുന്ന ഒരു നിസ്സാരം, ഒരു ചെറിയ മാർക്കല്ല, ഒരു വലിയൊരു ഏരിയ ആണ്. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ആ 30 മാർക്കിന് വേണ്ടി പൾപ്പിറ്റ് ലേണിങ്സിൽ വളരെ എന്താ പറയുന്നത്, സബ്ജക്റ്റ് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് അധ്യാപകർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ കൂടെ നിൽക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ, ജനറൽ നോളജിൻ്റെ കേസ് പറയുമ്പോൾ പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ദിവസത്തെ പത്രം എടുത്ത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെല്ലാം അങ്ങ് മാറ്റി വയ്ക്കുക. നമ്മളൊരു സ്ട്രാറ്റജി എടുക്കുക. PSC എന്താണ് ചോദിക്കുന്നത്, PSC ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതിൻ്റെ പൾസ് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് കുറയും. അതിനുവേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, കൂടെ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, മെൻ്റൽ സപ്പോർട്ടായാലും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഏത് ഡൗട്ടായാലും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ അധ്യാപകരുണ്ട്. നിങ്ങളെല്ലാവരും സെറ്റാണെന്ന് കരുതുന്നു. നിങ്ങൾ സെറ്റാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ പലപ്പോഴും വീടുകളിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ട്യൂഷൻ സെൻറ്ററിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരിക്കും. അധ്യാപകരെന്ന് വന്നിരിക്കുമ്പോൾ കുട്ടികളുടെ സൈഡിൽ നിന്നും വലിയൊരു ഇൻപുട്ട് കാണുന്ന സമയത്ത് നമുക്കൊരു ഊർജ്ജമാണല്ലേ. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഞാൻ കറണ്ട് അഫേഴ്സ് ആൻഡ് ജനറൽ നോളജാണ് എടുക്കുന്നത്. ഇന്ന് ഞാൻ കുറേ കറണ്ട് അഫേഴ്സും അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന GK ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. ഇന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് കൊടുക്കുന്നത്, നിങ്ങളെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി. നമ്മുടെ കോഴ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ സബ്ജക്റ്റുകളിലോട്ട് കയറുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകളിലോട്ട് കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി കുറച്ച് ഏതാനും ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലോട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. യെസ്. അപ്പോൾ ഇവിടെ ആദ്യ ചോദ്യം കഴിഞ്ഞ HSST ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സ്പേസ് ടൂറിസം? അതായത് ബഹിരാകാശ വിനോദസഞ്ചാരവുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥാപനം ഏത് എന്നായിരുന്നു ചോദ്യം വന്നിരിക്കുന്നത്. ഇതിന് ആ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയത്തില്ലേടാ? ഇതിന് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ? ഒന്ന് കമൻറ്റ് ചെയ്യേ.
ഇതിന്റെ ആൻസർ ഏതായിരുന്നു? ഒന്ന് കമന്റ് ചെയ്ത് ഇതിന്റെ ആൻസർ ഏതായിരുന്നു? ആരും ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അതെ അതെ, BDC ട്രാവൽ എന്നാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ദാ ഈ കാണുന്ന വെർജിൻ ഗാലക്റ്റിക് ആയാലും ബ്ലൂ ഒറിജിൻ ആയാലും സ്പേസ് എക്സ് ആയാലും ഇതൊക്കെ ഒരു സ്പേസ് ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്, ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുക. BDC എന്ന് പറയുന്ന ഒരു ഈ ബിസിനസ്സുകാർക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ട്രാൻസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ട്രാവൽ മാർട്ട് കൂടിയായിരുന്നു BCD ട്രാവൽ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ചില ഏജൻസികൾ തന്നെയാണ് ബ്ലൂ ഒറിജിനും അതുപോലെ തന്നെ സ്പേസ് എക്സ്. നമുക്കറിയാം സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്, അല്ലേ? മസ്ക് ആണ് സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ കഴിഞ്ഞ HSST ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡഡ് ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. എടാ, ലോകത്തിൽ തന്നെ ഈ ലോക പൈതൃക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സംരക്ഷിക്കേണ്ട ചില പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ചില മോണുമെൻസുകൾ, പുരാവസ്തു പ്രദേശങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വേൾഡിൽ തന്നെ ഒരു ഹെറിറ്റേജ് സൈറ്റുകൾ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വർഷം ആ ഒരു ലിസ്റ്റിൽ, അല്ലെങ്കിൽ സമയത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്ഥലങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അന്ന് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതായിരുന്നു. ഇതിൻ്റെ ശരിയായ ഉത്തരം ധോലവീര എന്നായിരുന്നു. ഇത് അന്നത്തെ ഒരു കറണ്ട് അഫേഴ്സ് ആയിരുന്നു. ഇവിടെ നിലവിലെ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ മക്കളെ, ഈ ധോലവീരയെ ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർഷമാണെങ്കിൽ 2021 അതിനുശേഷം വന്നൊരു എക്സാമിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബാക്കി പറയുന്നതൊന്നും ഈ പറയുന്ന എന്തല്ല, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടാത്ത സൈറ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന വാരണാസി ആയാലും മീററ്റ് ആയാലും കാലിബംഗാന, ധോലവീര ഈ പറയുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടതാണെങ്കിൽ ലേറ്റസ്റ്റ് കണക്കുകളാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ മകളെ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്നും ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. 2-3 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ് യുനെസ്കോയുടെ 44ാമത്തെ സൈറ്റായിട്ട് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ എത്ര ലിസ്റ്റുകൾ ഉണ്ടെന്ന് ചോദിച്ച്, എത്ര സൈറ്റുകളാണ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 44 സൈറ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മക്കളെ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി 47ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ആയിരുന്നു. ആ ഒരു കമ്മിറ്റിയിലാണ് ഈ ഒരു മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിനെ, ഇന്ത്യയിൽ നിന്നും ഈ ഒരു പ്ലേസിനെ ഈ ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. അതായത് 47ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ സമ്മിറ്റിന്, അല്ലെങ്കിൽ ആ ഒരു സെഷന് വേരി ആയതാണെങ്കിൽ പാരീസിലാണ്, ഫ്രാൻസിലെ പാരീസിലായിരുന്നു വേരി ആയിരിക്കുന്നത്. എങ്കിൽ അവിടെ മനസ്സിലാക്കട്ടെ, എല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് 44ാമത്തെ സൈറ്റാണ്. മക്കളെ, PSC നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്നും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ 40 മുതൽ 44 വരെയുള്ള സൈറ്റുകളായിരിക്കും. ഇന്ത്യയിൽ നിന്നുള്ള 40 മുതൽ 44 വരെയുള്ള സൈറ്റുകളാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. ഈ ലാൻഡ്സ്കേപ്പ് ഇന്ത്യയിൽ നിന്നുള്ള 44ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ക്ലിയർ? ഇനി 43ാമത്തെ സൈറ്റ് ആണെങ്കിൽ 43ാമത്തെ സൈറ്റ് മൊയ്ദാംസ് ആണ് കേട്ടോ. മൊയ്ദാംസ് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അസമിലാണ് എന്ന് മനസ്സിലാക്കുക. മൊയ്ദാംസ് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അസമിലാണ്. നമ്മൾ ഈ അഹോം ഡൈനാസ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഹോം ഡൈനാസ്റ്റി അസമിലൊക്കെ നിലനിന്നിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു രാജവംശമായിരുന്നു അഹോം ഡൈനാസ്റ്റി. അഹോം ഡൈനാസ്റ്റിയുടെ ഒരു ബുറിയൽ സൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശവസംസ്കാര മേഖല എന്നൊക്കെ നമുക്ക് പറയാം. സോ ആ ഒരു സൈറ്റ് ആയിരുന്നു ഏത്? ഇതായി പറയുന്ന മൊയ്ദാംസ് എന്ന് പറയുന്നത്. മൊയ്ദാംസ് ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള 43ാമത്തെ സൈറ്റ്. ഇന്ത്യയിൽ നിന്നുള്ള 43ാമത്തെ സൈറ്റ് ഏതായിരുന്നു? മൊയ്ദാംസ്. 44ാമത്തെ സൈറ്റ് ആണെങ്കിൽ ഏറ്റവും ഒടുവിൽ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്.
ക്ലിയർ. ഇവിടെ മൊയ്താംസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഏറ്റവും ഒടുവിൽ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പാണ്. അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ 47ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ഒരു സെഷനിലായിരുന്നു. മൊയ്താംസിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ 46ാമത്തെ സെഷനിലായിരുന്നു. 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ സെഷനിലായിരുന്നു മൊയ്താംസിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഇന്ത്യ ഈസ് ഹോസ്റ്റിംഗ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ്. ഈ 46ാമത്തെ ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദി ആയിരിക്കുന്നതാണെങ്കിൽ ഇന്ത്യയിലായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലം 2024 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദി ആയിരിക്കുന്നത്. സോ ആ ഒരു ടൈമിലാണ് മൈതാംസിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 44 കിട്ടി, അതിനുശേഷം 43 കിട്ടി, ഇനി 42ആണ്. 42ആണെങ്കിൽ ഹൊയ്സാല ക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് കേട്ടോ. എവിടെയാണ്? കർണാടകയിലാണ്. 41ാമത്തെ സൈറ്റ് ആണെങ്കിൽ ശാന്തി നികേതൻ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തി നികേതൻ വെസ്റ്റ് ബംഗാളിൽ. നമുക്കറിയാം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നാഷണൽ പോയിറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യയുടെ നാഷണൽ പോയിറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നമുക്കറിയാം ജനഗണമന, അമർസോന ബംഗ്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ രചിച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഈ ബംഗാൾ പാർട്ടീഷൻ സമയത്ത് രാഖി ബന്ധൻ ദിവസം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി ആരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ബംഗ്ലാദേശിൻ്റെ ഒരു എന്താ പറയുന്ന ഔദ്യോഗിക ഗാനം അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സോങ് ആണ് അമർസോന ബംഗ്ല. ആ അമർസോന ബംഗ്ല രചിച്ചിരിക്കുന്ന വ്യക്തിയും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇനി 40ാമത്തെ സൈറ്റ് ആണെങ്കിൽ മക്കളെ ധോലവീരയാണ് കേട്ടോ. ധോലവീര ഇതാണ് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഇന്ത്യ ഇൻക്ലൂഡഡ് ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? തന്നിരിക്കുന്നവയിൽ ഏതാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അത് ധോലവീരയാണ്. ധോലവീര യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള 40ാമത്തെ സൈറ്റായിരുന്നു. 41ആണെങ്കിൽ നമുക്കറിയാം ശാന്തി നികേതനാണ്. ശാന്തി നികേതൻ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് രൂപീകരിച്ചിരിക്കുന്നത്. 42ാമത്തതാണെങ്കിൽ ഹൊയ്സാല ക്ഷേത്രങ്ങളാണ് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 42ാമത്തെ സൈറ്റാണ്. 43ാമത്തെ സൈറ്റ് ആണെങ്കിൽ മൊയ്താംസ് ആണല്ലേ. മൊയ്താംസ് ആണ് ഇതൊരു. അപ്പോൾ ഇവിടെ ടാഗോറിന്റെ കേസ് വരെ കേട്ടിട്ടുണ്ട്. അപ്പം 40 മുതൽ മക്കളെ ലിറ്ററലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ PSC എക്സാമിന് ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് ഒരു 99% സാധ്യത കൂടിയ ഏരിയ എന്ന് പറയുന്നത് 40 മുതൽ 44 വരെയുള്ള സൈറ്റുകളാണ്. ഇതിൽ നിങ്ങൾ എക്സ്ട്രാ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ഒടുവിൽ ഈ ഒരു സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഏതായിരുന്നു? മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. അത് 47ാമത്തെ ഈ ഹെറിറ്റേജ് കമ്മിറ്റിയിലാണ്. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. 47ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. പാരീസിൽ നടന്നിരിക്കുന്ന ഈ ഒരു സെഷനിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ ഒരു സൈറ്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 43ആണെങ്കിൽ മൊയ്താംസ് ആയിരുന്നു. മൊയ്താംസ് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ എവിടെയാ? അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അസമിലെ അസമിലെ ഏതാ? മൊയ്താംസ് എന്ന് പറയുന്നത് അസമിലെ ഏതായിരുന്നു? ഞാൻ പറഞ്ഞു മറന്നുപോയി, പെട്ടെന്ന് കേട്ടില്ല. അഹോം ഡൈനാസ്റ്റി. എനിക്കത് പെട്ടെന്ന് വിട്ടുപോയി. അഹോം ഡൈനാസ്റ്റിയുടെ ബുറിയൽ സൈറ്റ് ആയിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീസെന്റ് നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയായിരുന്നു ഈ യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഒരു ടെൻറ്റീവ് അല്ലെങ്കിൽ ടെനറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക പട്ടിക എന്നാണ്. ഈ താൽക്കാലിക പട്ടികയിൽ റീസെന്റ് ഒരു 6 സൈറ്റുകൾ ഇന്ത്യയിൽ നിന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. താൽക്കാലിക പട്ടികയിൽ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ താൽക്കാലിക പട്ടികയിൽ റീസെന്റ് 2025 സെപ്റ്റംബറിൽ 6 സൈറ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള വർക്കല ക്ലിഫ് ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള
വർക്കല ക്ലിഫ് നമുക്കറിയാം, ഈ ലാറ്ററൈറ്റ് കുന്നുകളാണല്ലോ ഏറ്റവും പഴക്കം ചെന്ന ഒരു ലാറ്ററൈറ്റ് കുന്നിന് എക്സാമ്പിൾ കൂടിയാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. എത്ര പേര് തിരുവനന്തപുരത്ത് നിന്നുണ്ട് നമ്മുടെ ക്ലാസ് കാണുന്ന, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്ന്, അല്ലെങ്കിൽ വർക്കല ക്ലിഫിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ നിങ്ങൾക്കൊന്ന് പറയാം, ഞാൻ പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണല്ലേ, ഓക്കെ. അപ്പോൾ ഈ ട്രിവാൻഡ്രത്തിലെ വർക്കലയിലെ ഈ ഒരു കുന്നുകൾ നിലവിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ നിന്നും ഈ കുന്നുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി, അല്ലെങ്കിൽ ഈ ഒരു കൺസർവേഷൻ ഈ ഒരു കമ്മിറ്റി നിലവിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ താൽക്കാലിക പട്ടികയിലായിട്ടാണ് നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 5 സൈറ്റുകളാണെങ്കിൽ, ഒന്ന് മഹാബലേശ്വർ ഡെക്കാൻ ട്രാപ്പ് ഇൻ മഹാരാഷ്ട്ര. മക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ഈ മഹാബലേശ്വർ ഡെക്കാൻ ട്രാപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണെങ്കിൽ ഈ കറണ്ട് അഫേഴ്സിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ മഹാബലേശ്വർ ഡെക്കാൻ ട്രാപ്പ് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. ഇനി സെൻറ് മേരീസ് ഐലൻഡ് ക്ലസ്റ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഉടുപ്പിയിലാണ്. കർണാടകയിലെ ഉടുപ്പിയിലാണ് സെൻറ് മേരീസ് ഐലൻഡ് ക്ലസ്റ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി മേഘാലയൻ ഏജ് ഹില്ലാണെങ്കിൽ മേഘാലയയിൽ തന്നെയാണ്, പേരിൽ തന്നെയുണ്ട്. മേഘാലയൻ ഏജ് ഹില്ലാണെങ്കിൽ മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗാ ഹിൽ ഒഫിയോലൈറ്റ് ആണെങ്കിൽ നാഗാലാൻഡ്, പേരിൽ തന്നെയാണ്, നാഗാലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈറാമട്ടി ദിബ്ബാലു ആൻഡ് തിരുമല ഹിൽ. മക്കളെ, ഈറാമട്ടി ദിബ്ബാലുവും അതുപോലെ തന്നെ തിരുമല ഹില്ലും സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ ആന്ധ്രാപ്രദേശിലാണ്. ക്ലിയർ ആണേ മക്കളെ? ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒന്നേ ചോദിക്കുന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് നൽകിയിട്ട് ഇത് ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ് താഴെ തന്നിരിക്കുന്നവയിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺസർവേഷൻ്റെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ അല്ലെങ്കിൽ താൽക്കാലിക പട്ടികയിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 3 എണ്ണം നൽകിയിട്ട് ഇതിൽ ഉൾപ്പെടാത്ത ഒരെണ്ണം കൊടുക്കും. അവിടെ റോങ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നിങ്ങളവിടെ കണ്ടെത്തേണ്ടത്. സോ മാക്സിമം പോയാൽ മക്കളെ, ഇവിടെ നിന്നും PSC നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നെങ്കിൽ മാക്സിമം പോയാൽ ഇതുവരെയുള്ള കണ്ടന്റുകൾ മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കൂ. അതിൽ 100% നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി നൽകിയാണ്. ഇവിടെ നിന്ന് ചോദിക്കുന്നെങ്കിൽ ഇത്രയും കണ്ടന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണോ? സെറ്റല്ലേ നിങ്ങൾ? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ? എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കണ്ടന്റ് ലിമിറ്റ് ചെയ്ത് പോവുക. ആ ഒരു കണ്ടന്റിന്റെ ലിമിറ്റേഷൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ എടുത്ത് നോക്കുക. ഇതുവരെ PSC ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കി അത്രയും കാര്യങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങളുടെ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു, കഴിഞ്ഞ HSST ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു, ക്വാർട്ടറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് കൺട്രീസ് ഇൻക്ലൂഡ്സ്. നിങ്ങൾ ക്വാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ക്വാർട്ടറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഒരു തവണ ജനറൽ PSC എക്സാമിന് ക്വാഡിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ PSCയിലാണ് ചോദിച്ചിട്ടുള്ളത്. ക്വാഡിൻ്റെ പൂർണ്ണ രൂപമാണെങ്കിൽ ക്വാർട്ടറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നാണ് കേട്ടോ. ക്വാർട്ടറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഇതിൻ്റെ ശരിയായ ഉത്തരം മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. മക്കളെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. തെറ്റായാലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കോർ ഏരിയയാണ് നിങ്ങൾ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ തെറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും കണ്ടന്റുകൾ പഠിച്ച് അത് സ്ട്രോങ് ആക്കി എടുക്കാം. ഞാനൊരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പോകണമെന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ പറയും. ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ ചെയ്തോ. തെറ്റിയാലും ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആൻസറിലോട്ട് ആരും എത്തിയിട്ടില്ല. ഇവിടെ ഫാത്തിമ പറഞ്ഞിരിക്കുന്നത്, മേഘ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റാണ്, D ആണ്. മക്കളെ, ക്വാർട്ടറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. ഈ 4 രാജ്യങ്ങളുടെ മക്കളെ 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഏതെന്ന് പറയുന്നത്. ക്വാർട്ടറി ലാറ്ററൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എത്ര രാജ്യങ്ങളുണ്ട്. 4 രാജ്യങ്ങളുണ്ട്. 1 US, 2 ഇന്ത്യ, 3 ജപ്പാൻ, 4 അമേരിക്ക.
സെറ്റാണേ. ദാ ഈ കാണുന്നതാണ് ക്വാട്രി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഒരു ക്വാട്രി ലാറ്ററൽ എന്നൊന്ന് ഇങ്ങനെ ഒരു വരയ്ക്കുന്ന ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ഒരു ആ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലോട്ട് കയറി വന്നാൽ തന്നെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ദാ ജപ്പാൻ ഇവിടെ കിടക്കുകയാണ്, US ഇവിടെ കിടക്കുകയാണ്, ഇന്ത്യ ദാ ഇവിടെ കിടക്കുകയാണ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ദാ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ദാ ഈ പറയുന്ന 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ക്വാട്രി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ ക്വാഡ് എന്ന് പറയുന്നത്. ഇതൊരു GK ക്വസ്റ്റ്യൻ ആയിരുന്നു, കഴിഞ്ഞ തവണ ചോദിച്ച ഒരു GK ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ വേണമെങ്കിൽ കറണ്ട് അഫേഴ്സിൽ നിന്നും ഒരു ചോദ്യം വരാം. കാര്യം ഏറ്റവും ഒടുവിൽ ക്വാഡിന്റെ സമ്മിറ്റുകൾ എവിടെയാണ് നടന്നത്, ഏത് രാജ്യത്തിലാണ് നടന്നിരിക്കുന്നത്, അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ ക്വാഡിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടന്നിരിക്കുന്നതാണെങ്കിൽ മക്കളെ കഴിഞ്ഞ 2025 ജനുവരി 1-നായിരുന്നു. ഓക്കെ, 2025 ജനുവരി 1-നായിരുന്നു ഈ ക്വാഡിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടന്നിരിക്കുന്നത്. ആ ഒരു സമ്മിറ്റിന് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിന് വേദിയായിരിക്കുന്നതാണെങ്കിൽ വാഷിങ്ടൺ DC-യിലായിരുന്നു. അമേരിക്കയിലെ വാഷിങ്ടൺ DC-യിലാണ് വേദിയായിരിക്കുന്നത്. സോ ഇതൊരു കറണ്ട് അഫേഴ്സ് ഫാക്ട്സ് ആണ്. കറണ്ട് അഫേഴ്സിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാം, റീസെന്റ് 10th ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നിരിക്കുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 2025 ജൂലൈ 1-ന് വാഷിങ്ടൺ DC-യിലാണ് നടന്നിരിക്കുന്നത്. വാഷിങ്ടൺ DC-യിലാണ് നടന്നിരിക്കുന്നത്. ക്ലിയർ? അതൊരു കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണയായിട്ടും ഈ GK ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഏജൻസികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി റീസെൻ്റ്ലി അതിൻ്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന GK ക്വസ്റ്റ്യൻസുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ പല എക്സാംസിലും G20യെ കുറിച്ച് കേട്ടിട്ടില്ലേ? റീസെൻ്റ്ലി നമുക്കറിയാം 2023 G20യുടെ സമ്മിറ്റ് നടന്നിരിക്കുന്നത് ഇന്ത്യയിലായിരുന്നു. 2024 ഒട്ടുമിക്ക PSC എക്സാംസുകളിലും G20യെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ റീസെൻ്റ്ലി ഒരു G7 സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്ന എക്സാംസുകളിലൊക്കെ G7മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന GK ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുക. കറണ്ട് അഫേഴ്സിൽ നിന്നും നിങ്ങൾ GKയിലോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുന്നതിനേക്കാൾ വളരെ നല്ലതായിരിക്കും വളരെ സെലക്റ്റീവായിട്ട് PSC ചോദിക്കുന്ന ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി പഠിക്കുന്നത്. ഇനി നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. മക്കളെ ഒളിമ്പിക്സ് 2028 വിൽ ബി ഹെൽഡ് ഇൻ എവിടെയാണ് നടക്കുന്നത്? 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഇവിടെ ടീന B എന്നാ പറയുന്നത്, ശ്രീ A എന്നാ പറയുന്നത്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ മക്കളെ ലോസ് ഏഞ്ചൽസിലാണ് വേദിയാവുന്നത്. എടാ ഈ പാരീസ് ആരൊക്കെയോ B പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഉടനടി ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ആൻസർ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങൾ എവിടെയോ പാരീസ് കേട്ടിട്ടുണ്ട്. പാരീസ് എവിടെയാണ് കേട്ടിരിക്കുന്നത്? 2024 ഒളിമ്പിക്സ് അല്ലേ? 2024 ഒളിമ്പിക്സിനല്ലേ എവിടെ വേദിയായിരിക്കുന്നത്? പാരീസിൽ വേദിയായിരിക്കുന്നത്. അതിനു മുന്നേ 2020 ഏതാ ഒളിമ്പിക്സ്? ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു. അത് ടോക്കിയോ ജപ്പാനിലാണ് നടന്നിരിക്കുന്നത്. അല്ലേടാ, ഓർമ്മയുണ്ടല്ലോ, ഈ ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു നീരജ് ചോപ്ര എന്ത് നേടിയിരിക്കുന്നത്? ജാവലിൻ ത്രോയിൽ എന്ത് നേടിയിരിക്കുന്നത്? സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. അദ്ദേഹം 2024 ഈ പാരീസ് ഒളിമ്പിക്സിലോട്ട് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഏതാ കിട്ടിയത്? വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത് അല്ലെ. അർഷാദ് നദീമായിരുന്നു അവിടെ സ്വർണ്ണ മെഡൽ നേടിയത്. ക്ലിയർ. ഞാൻ ഈ സ്പോർട്സ് എടുക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒളിമ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഞാൻ അവിടെ അങ്ങോട്ട് പോകുന്നില്ല, കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല നിലവിൽ. ഇനി നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. മക്കളെ ഇത് HSA ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള HSA ഇംഗ്ലീഷ് എക്സാമിന് നടന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ വിച്ച് ഇയർ കോവിഡ് വാക്സിൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് മുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രശ്നം അതൊന്നുമല്ല, ഇവിടെ മാസവും ദിവസവും ഇത് രണ്ടും കൊടുത്തിരിക്കണം. അവിടെ അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊന്ന് കുഴഞ്ഞു പോകുന്നത്. എക്സാക്റ്റ് ഡേറ്റുകൾ ചോദിക്കും. സാധാരണയായിട്ടും ഈ ജനറൽ PSC എക്സാംസിനുണ്ടല്ലോ, ഈ റീസെൻ്റ്ലി അന്തരിച്ച് പോയിട്ടുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഓർമ്മയുണ്ടല്ലോ, എഴുതിയ എക്സാം ആയിരുന്നോ ഈ HSA ഇംഗ്ലീഷ് എക്സാം ജ്യോതി? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അടുത്തിടെ ഒരു 2 വർഷത്തിനുള്ളിൽ
മക്കളെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ PSC ഒരു ഒരു പുതിയൊരു ട്രെൻഡ് ക്വസ്റ്റ്യൻസുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വ്യക്തികൾ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേറ്റുകൾ വിത്ത് ഡേറ്റുകൾ സഹിതം ചോദിക്കാറുണ്ട്. അതുപോലെ ചില പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകളാണെങ്കിൽ അതിൻ്റെ വിത്ത് ഡേറ്റുകൾ സഹിതം ചോദിക്കുകയാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ വരുന്നതാണെങ്കിൽ 2021 ജനുവരി 16 എന്ന് മനസ്സിലാക്കുക. ജനുവരി 16. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ഇങ്ങനെയുള്ള വിത്ത് ഡേറ്റുകൾ സഹിതം അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ചോദിച്ചതാണ് MS സ്വാമിനാഥൻ അന്തരിച്ചിരിക്കുന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ 21 അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. പിന്നീട് ഫാത്തിമ ബീവി അന്തരിച്ചിട്ടുള്ള ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം, MD വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്ന ഡേറ്റ്, ഉമ്മൻചാണ്ടി സാർ അന്തരിച്ചിരിക്കുന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചോദിക്കാം, VS അച്യുതാനന്ദൻ അന്തരിച്ചിരിക്കുന്ന ഡേറ്റ് എന്നാണ്. അപ്പോൾ ചില ഡേറ്റുകളൊക്കെ ഇവിടെ നിന്നും വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ ഞാൻ ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരാമെന്ന് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് ഒന്ന് പറഞ്ഞു തന്നെയാണ്. ഇവിടെ ആൻസർ വന്നതാണെങ്കിൽ 2021 ജനുവരി 16 നമുക്കറിയാം, ചൈനയിലാണ് COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ? വുഹാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഡെത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ 2020 ജനുവരി 11 2020 ജനുവരി 11 വുഹാനിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതാണെങ്കിൽ ജനുവരി 23. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ജനറൽ PSCയിലൊക്കെ ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യം കൂടിയായിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ലോക ആരോഗ്യ സംഘടന ഹെൽത്ത് എമർജൻസി, ആരോഗ്യ അടിയന്തരാവസ്ഥ, COVID-19 തുടർന്ന് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിൽ 2020 ജനുവരി 30 ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതേ WHO തന്നെ ഇതിനെ ഒരു എന്താ പറയുന്നത്, ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന. പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട് വ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസിനെ വിളിക്കുന്ന പേരാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ, COVID-19 ഒരു പാൻഡമിക് ആണ്, അല്ലേ? അതൊരു പാൻഡമിക് ആണ്. ഇങ്ങനെ ഈ ഒരു COVID-19 പാൻഡമിക് ആയിട്ട്, ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചതാണെങ്കിൽ മാർച്ച് 11 2020 മാർച്ച് 11 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം പല PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ ടീച്ചിങ് എക്സാമിന് അങ്ങനെ കണ്ടിട്ടില്ല. PSC എക്സാമിന് COVID-19 വാക്സിൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന COVID-19 റിപ്പോർട്ട് ചെയ്തതെന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, COVID-19 ആദ്യമായിട്ടൊരു ഡെത്ത് വുഹാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ 2020 ജനുവരി 11. ജനുവരിയിലാണ് കൂടുതലും വന്നിരിക്കുന്നത്. ജനുവരി 11. പിന്നീട് വുഹാനിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നതാണെങ്കിൽ ജനുവരി 23. ഇവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ഒരു എന്താ പറയുന്നത്, ഹെൽത്ത് എമർജൻസി ആയിട്ട്, അതായത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് 2020 ജനുവരി 30. പിന്നീട് ഇതൊരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് WHO പ്രഖ്യാപിച്ചിരിക്കുന്നതാണെങ്കിൽ മാർച്ച് 11. ഇവിടെ നോക്കിക്കേ, അപ്പം ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, ഹെൽത്ത് എമർജൻസി, അല്ലേ? അതായത് ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ ഇവിടെ ഗ്ലോബൽ എമർജൻസി അല്ലെങ്കിൽ ഇതൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ രോഗം കൂടിയായിരുന്നു COVID-19 എന്ന് ചോദിച്ചാൽ 6th ഡിസീസ് ആയിരുന്നു. അപ്പോൾ ലോകത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു പാൻഡമിക് ആയിട്ടുള്ള COVID-19 WHO ഒരു ഗ്ലോബൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ ഡിസീസ് ആയിരുന്നു, അല്ലെങ്കിൽ രോഗമായിരുന്നു. ഇവിടെ നോക്കിയേ, കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് കേസ് ഓഫ് കൊറോണ വൈറസ് അല്ലെങ്കിൽ നോവൽ കൊറോണ വൈറസ് ഇൻ ഇന്ത്യ വാസ് കൺഫേംഡ് ഇൻ കേരളത്തിലായിരുന്നു. എങ്കിൽ ഫസ്റ്റ് കൺഫേംഡ് കേസ് ഇൻ കേരളത്തിൽ ഇത് ഫസ്റ്റ് കേസ് കൺഫേം ചെയ്തിരിക്കുന്നതാണെങ്കിൽ, സ്ഥിരീകരിച്ചതാണെങ്കിൽ തൃശ്ശൂരിലാണ് 2020 ജനുവരി 30. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയിലാണ്
അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ കേരളത്തിലായിരുന്നു. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ തൃശ്ശൂരിലായിരുന്നു 2020 ജനുവരി 30. ഇനി ഇവിടെ നോക്കിക്കുക, ഇവിടെ കേരളത്തിൽ COVID-19 എന്ന് പറയുന്ന രോഗത്തെ തുടർന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ എറണാകുളത്തായിരുന്നു. എവിടെയായിരുന്നു? എറണാകുളമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മരണം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ കർണാടകയിലെ കൽബുർഗി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ കർണാടകയിലെ കൽബുർഗിയിലാണ്. കേരളത്തിലോട്ട് വരുന്ന സമയത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായിട്ടൊരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ നിങ്ങൾ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. എനി ഡൗട്ട്സ്? ഓക്കെ ആണ്. സാറേ 2020 ആ ഒരു ടൈമിലല്ലേ കോവിഡിന്റെ ഇത്? അതെ. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുമ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ടൈം തൊട്ടുള്ള ടൈമിലല്ലേ നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യേണ്ടത്? അതെ. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. അതായത് സാധാരണ PSC എക്സാംസിന് ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നിരിക്കും, ഒരു ഡേറ്റ് ഇടാറുണ്ടല്ലോ. ആ ഡേറ്റ് ഇട്ടിരിക്കുന്നതിന് ഒരു മാസം മുന്നേ, അതിനുശേഷം അതിന് പുറകിലോട്ടുള്ള 3 വർഷത്തെ ആനുകാലിക ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിലിറ്റി അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ 2025 അപ്പോൾ 2025 ഇന്ന് ഒക്ടോബർ എത്രയാണ് ഡേറ്റ് ഇന്ന്? ഒക്ടോബർ ഒരു ഡേറ്റ് ഞാൻ ഇടാൻ 6 കരുതുക. ഒക്ടോബർ 6 എക്സാം എങ്കിൽ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 6 മുന്നേ ഉള്ള 3 വർഷത്തെ കണ്ടന്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജനറലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 3 വർഷത്തെ കണ്ടന്റാണ്. പക്ഷേ നിങ്ങൾ ഏറ്റവും ഒടുവിലെ ഒരു വർഷം, അതായത് 2024 സെപ്റ്റംബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കണ്ടന്റുകൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നൊബേൽ പ്രൈസിന്റെ കേസാണ് സാധാരണ നിങ്ങളുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നൊബേൽ പ്രൈസിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പല PSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് PSC ചോദിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നൊബേൽ പ്രൈസ് ആയിരിക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. എന്നാൽ കിട്ടിയിരിക്കുന്ന വ്യക്തികളുടെ പേര്, എന്തിനാണ് നൽകിയത്, ഇത്തരം ചോദ്യങ്ങൾ തൊട്ടു മുന്നേ ഉള്ള 2 വർഷത്തിനിടയിലുള്ള കണ്ടന്റുകളും ചോദിക്കാറുണ്ട്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലെ കണ്ടന്റ് ആയിരിക്കും PSC കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള 2024 25 ഇടയിലുള്ള കണ്ടന്റുകൾ വളരെ വിശദമായിട്ട് പഠിക്കുക. അതിനു മുന്നേ ഉള്ള എന്താ പറയുന്നത് 23 24 ആ വർഷങ്ങളിലെ കണ്ടന്റുകൾ നിങ്ങൾ ജസ്റ്റ് എന്താ പറഞ്ഞ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം പഠിച്ചു പോകുക എന്ന് പറഞ്ഞ് 2022 അല്ലെങ്കിൽ 2021 കണ്ടന്റോ ചോദിക്കില്ല എന്നല്ല, PSC ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ കാണുന്ന കഴിഞ്ഞ HSA എക്സാമിന് ചോദിച്ചിട്ടുള്ള COVID-19 ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള ഫാക്ട്സുകൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഒരു എക്സാമിന് നമ്മൾ എഴുതാൻ പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ലക്കാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ച കണ്ടന്റുകൾ, ഏറ്റവും ഒടുവിൽ പഠിച്ചിട്ടുള്ള കണ്ടന്റുകൾ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ലക്കായിട്ട് കണക്കാക്കുക. PSC ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു ചോദ്യകർത്താവിൻ്റെ ഡിസ്ക്രിഷണറിയാണ് എവിടെ നിന്ന് ചോദിക്കണമെന്ന്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് നാളത്തെ GK എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 3 വർഷത്തെ കണ്ടന്റ്, ഏറ്റവും ഒടുവിലെ ഒരു വർഷത്തെ കണ്ടന്റ് വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി, മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തതായി മറ്റൊരു ചോദ്യം, വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് ദ 2026 കോമൺവെൽത്ത് ഗെയിം? 2026 കോമൺവെൽത്ത് ഗെയിമിന് വേദിയാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. കഴിഞ്ഞ HSST ആയിരുന്നു അല്ല, ഇത് HSA ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിന് വേദിയാകുന്നതാണെങ്കിൽ സ്കോട്ട്ലൻഡിലാണ് കേട്ടോ, സ്കോട്ട്ലൻഡിലാണ്. ഞാൻ സ്പോർട്സ് ഒന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
ഇവിടെ ഒന്ന് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നതാണെങ്കിൽ സ്കോട്ട്ലൻഡിലാണ് എന്ന് മനസ്സിലാക്കുക. സ്കോട്ട്ലൻഡിലെ ഈ ഗ്ലാസ്ഗോയിലാണ് വേദിയാകുവാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണേ? ഇനി മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ലേറ്റസ്റ്റ് സ്പേസ് മിഷൻ ലോഞ്ച്ഡ് ബൈ ISRO? നിങ്ങളുടെ PSC എക്സാം എന്നല്ല, എല്ലാ PSC എക്സാംസിനും കറണ്ട് അഫേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇസ്രോ എന്ന് പറയുന്നത്, സ്പേസ് ടെക്നോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഷുവർ ഷോട്ടാണ്. ഒരു ചോദ്യം അവിടെ നിന്നും ഉറപ്പായിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് സ്പേസ് ടെക്നോളജിയിൽ നിന്നും ഇസ്രോയെ കുറിച്ച് നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇസ്രോ നടപ്പിലാക്കിയിട്ടുള്ള 4 മിഷൻസുകളാണ്. ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള 5 മിഷൻസ്, അതായത് PSLV സീരീസിൽ വരുന്ന 5 മിഷൻസുകൾ, 4 or 5 മിഷൻസുകൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നതാണെങ്കിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലേറ്റസ്റ്റ് സ്പേസ് മിഷൻ ലോഞ്ച്ഡ് ബൈ ISRO? ഏറ്റവും ഒടുവിൽ വിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു ദൗത്യം ഏത് എന്നായിരുന്നു ചോദ്യം. ഇതിന് ശരി ഉത്തരം ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. അതെ, PSLV C61 EOS 09 ഒരു എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. അതായത് EOS 09 PSLV C61 നമ്മൾ വിക്ഷേപിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇന്ത്യയുടെ റീസെന്റ് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു മിഷൻ കൂടിയാണ് PSLV C61. ഇതിന്റെ 3ാമത്തെ സ്റ്റേജ്. സാധാരണ PSLVക്ക് 4 സ്റ്റേജുകളാണുള്ളത്, 4 സ്റ്റേജസ് ആണുള്ളത്. അതിന്റെ 3ാമത്തെ സ്റ്റേജ് ഫെയിലുവർ ആയ ഒരു മിഷൻ കൂടിയാണ് PSLV C61. EOS 09 നമുക്ക് സ്പേസിലോട്ട് എത്തിക്കുവാൻ വേണ്ടി നിലവിൽ കഴിഞ്ഞിട്ടില്ല. സോ ആ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ നെയിം ഓഫ് ലേറ്റസ്റ്റ് മിഷൻ ലോഞ്ച്ഡ് ബൈ ഇസ്രോ? അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLV C61 ആണ്. അതിലെ ഒരു സാറ്റലൈറ്റ് ആയിരുന്നു EOS 09. ആ ഒരു ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരും EOS 09 എന്ന് തന്നെയായിരുന്നു, EOS 09. സെറ്റാണേ? അപ്പോൾ ഞാൻ ഇവിടെ സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് കിടക്കുന്നില്ല. കാര്യം നമുക്കത് ടോപ്പിക്സുകളിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ചർച്ച ചെയ്തു പോകാം. ഇനി മറ്റൊരു ചോദ്യമാണെങ്കിൽ EOS 09 ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, EOS 09 എന്ന് പറയുന്ന ഇസ്രോയുടെ 101ാമത്തെ മിഷനായിരുന്നു. പരാജയപ്പെട്ട മിഷനാണ്, എന്നിരുന്നാലും ഇസ്രോയുടെ 101ാമത്തെ മിഷനായിരുന്നു. കൂടാതെ PSLV സീരീസിൽ വരുന്ന 63ാമത്തെ ഒരു വാഹനം കൂടിയായിരുന്നു. 63ാമത്തെ സീരീസ് ആയിരുന്നു, 63ാമത്തെ ഒരു PSLV ആയിരുന്നു. ക്ലിയർ? ഇനി PSLV C61 മിഷൻ വിച്ച് ലോഞ്ച്ഡ് ഓൺ May 18th, 2025. എന്നാൽ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് May 18-നായിരുന്നു. 2025 May 18-നാണ് ഈ EOS 09 എന്ന് പറയുന്ന എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റുമായിട്ട് അത് വിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസുകൾ കാരണം അതിൻ്റെ 3ാമത്തെ സ്റ്റേജ് ഫെയിലുവർ ആകുകയാണ് ഉണ്ടായിരിക്കുന്നത്. എടാ, ഈ PSLV എന്ന് പറഞ്ഞാൽ ഒരു വാഹനമാണ്. ഈ ഇതൊരു റോക്കറ്റാണ്. റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന 4 സ്റ്റേജസ് അടങ്ങുന്ന ഒരു ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് എന്ന് പറയുന്നത് PSLV എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ 3ാമത്തെ സ്റ്റേജ് ഫെയിലുവർ ആകുകയും പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഒരു മിഷൻ കൂടിയാണ് PSLV C61 എന്ന് പറയുന്നത്. EOS 09 സാറ്റലൈറ്റ് ക്യാരി എ സിന്തറ്റിക് അപ്പേച്ചർ റഡാർ. ഒരു സിന്തറ്റിക് അപ്പേച്ചർ റഡാർ ആയിരുന്നു ക്യാരി ചെയ്തുകൊണ്ട് പോയത്, പക്ഷേ ഫെയിലുവറായി. ഇത് സക്സസ് ആയിരുന്നെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടം ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം നമുക്കറിയാം, ഈ പുൽവാമ അറ്റാക്ക്, റീസെൻ്റ്ലി ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഇതിനൊക്കെ കൂടുതൽ സഹായകരമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിഷൻസുകൾ അതിർത്തികളൊക്കെ വലിയ രീതിയിൽ വലിയ കാര്യമായിട്ട് തന്നെ സർവൈലൻസിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാറ്റലൈറ്റ് കൂടിയായിരുന്നു EOS 09. വലിയ കനോപ്പിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, അതായത് ഈ കാടുകളിലൊക്കെ വലിയ കനോപ്പി ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാറ്റലൈറ്റ് കൂടിയായിരുന്നു EOS 09. നിർഭാഗ്യവശാൽ ഈ ഒരു മിഷൻ റീസെൻ്റ്ലി പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണെങ്കിൽ കഴിഞ്ഞ HSST എക്സാമിനും അതുപോലെ HSA എക്സാമിനും
HSA എക്സാമിനും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് HSSTയിൽ നിന്നും HSA ഇംഗ്ലീഷിൽ നിന്നും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ മക്കളെ നമുക്കറിയാം ജനറൽ നോളജും കറണ്ട് അഫേഴ്സുമായിട്ട് 10 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. HSST എടുത്ത് നോക്കിയാലും HSA എടുത്ത് നോക്കിയാലും ഒരു ആവറേജ് ഒരു 4 to 6 ക്വസ്റ്റ്യൻസുകളാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു വലിയൊരു മാർക്ക് തന്നെ, 6 മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു മാർക്ക് തന്നെയാണ്. അല്ലേ, ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? 6 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി എപ്പോൾ കിട്ടണം. നിങ്ങൾ വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികളായിരിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും റാങ്ക് ലിസ്റ്റിൽ അങ്ങ് പുറകിൽ വന്ന് കടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് HSST HSA എക്സാംസിനുമൊക്കെ നിയമനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നെങ്കിൽ നല്ല റാങ്ക് മേടിക്കുക. അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ ഇരിക്കുക. വിചാരിച്ചാൽ ഒരു മാർക്കിനും വിലയുണ്ട്. 0.33 അതിന് വരെ വലിയ മാർക്കുണ്ട്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഒരു മാർക്കും പോയി, കൂടാതെ 0.33 പോകും, 33 പോവുക. ലിറ്ററലി പറഞ്ഞാൽ 1.33 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ആ 1.33 എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു 100 റാങ്ക് അല്ലെങ്കിൽ ഒരു റാങ്ക് പുറകിലോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഓരോ കണ്ടന്റും പഠിക്കേണ്ടത്. കറണ്ട് അഫേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. എന്ത് പഠിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒരു പത്രമെങ്കിലും മിനിമം നിങ്ങൾ വായിച്ചു വെച്ചിരിക്കും. കറണ്ട് സെനാരിയോയിൽ, കറണ്ട് കോണ്ടെക്സ്റ്റിൽ ആ ഒരു ചോദ്യത്തിന് എന്താണ് പ്രത്യേകത, ഒരു ചോദ്യകർത്താവ് ക്വസ്റ്റ്യൻ എടുക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം എന്തായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു ചോദ്യകർത്താവിൻ്റെ കയ്യിൽ ഒരു കറണ്ട് അഫേഴ്സ് കിട്ടുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അദ്ദേഹം ഒരു പത്രം വായിക്കുന്ന ഒരു അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻ PSC ബുള്ളറ്റിനൊക്കെ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കിട്ടുന്ന ഏതെങ്കിലും ഒരു കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാഗസീൻസുകൾ വായിക്കുന്ന ആൾക്കാരായിരിക്കും. അവരത് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ ഈ എന്താ പറയുന്ന അവരുടെ ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആവും. ഓക്കെ, ഇവിടെ ഒരു കണ്ടന്റ് കൂടി പറയാനുണ്ടായിരുന്നു. നിലവിൽ ഇസ്രോയുടെ ചെയർമാൻ ആണെങ്കിൽ വി നാരായണനാണ്. എന്റെ ചോദ്യം നിങ്ങളോടാണ്, മക്കളെ, ഈ വി നാരായണൻ ഇസ്രോയുടെ എത്രാമത്തെ ചെയർമാനാണ്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇസ്രോയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ? വി നാരായണൻ ഇസ്രോയുടെ എത്രാമത്തെ ചെയർമാനാണ്? എത്രാമത്തെ ചെയർമാനാണ്? അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ ക്ലാസ്സിൽ വന്ന് വളരെ വിശദമായിട്ട് ഇസ്രോയുടെ ചെയർമാൻമാരുടെ ലിസ്റ്റുകൾ പഠിപ്പിക്കും. കാരണം ജനറൽ നോളജിൽ നിന്നും ആ ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആർക്കെങ്കിലും അറിയോ? ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻ തരാം. 9, 10, 11, 12. ആർക്കെങ്കിലും പറയാൻ കഴിയും? നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ അങ്ങ് തരുന്നത്. 9, 10, 11, 12. ഇതിൽ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ? ഇവിടെ സലിഹ പറയുന്നു 9, ലിൻഡ പറയുന്നു 11, ടീന പറയുന്നു 12. 2-3 ഓപ്ഷൻസ് കൂടെ തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനപ്പുറം ഓപ്ഷൻസ് പറഞ്ഞു തരായിരുന്നു. മക്കളെ, 11ാമത്തെ ചെയർമാനാണ് കേട്ടോ. ഇസ്രോയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ ചെയർമാനാണ്. 10ാമത്തെ ചെയർമാൻ ആരായിരുന്നു? 10ാമത്തെ ചെയർമാൻ നമ്മുടെ എസ് സോമനാഥ് ആയിരുന്നു. 10ാമത്തെ ചെയർമാൻ. അദ്ദേഹം മലയാളിയായിരുന്നു, അറിയാമല്ലോ, അദ്ദേഹം മലയാളിയായിരുന്നു. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കോഴ്സ് വീഡിയോകൾ കൃത്യമായിട്ട് കാണുക. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഒന്നും പേടിക്കേണ്ട, കൂടെ നിന്ന് അത് ഒരു എന്താ പറയുന്നത്, വളരെ ഈസി ആയിട്ട് ഞാൻ കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കും 100% ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇൻ കേസ് നമ്മൾ പഠിപ്പിക്കുന്നതിൽ നിന്നും പുറത്താണ് ചോദിക്കുന്നതെങ്കിൽ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ആ ക്വസ്റ്റ്യൻ പാടായിരിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. ആ ക്വസ്റ്റ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി ആ ക്വസ്റ്റ്യൻ കർപ്പിച്ച് തെറ്റിക്കുന്നതിനേക്കാൾ വളരെ ബെറ്റർ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ അങ്ങ് വിടുക എന്നതാണ്. ഇനി ഞാൻ ഈ കാണുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി കുറച്ച് 2-3 ക്വസ്റ്റ്യൻസുകൾ കൂടി നിങ്ങൾക്ക് തരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന മേഖലയിൽ നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇന്ത്യസ് റിപ്പബ്ലിക് ഡേ? ഇനി നിങ്ങൾക്ക് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മേഖല പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്തായാലും റിപ്പബ്ലിക് എന്ന് പറയുന്ന പദം കേൾക്കാൻ സാധ്യതയുണ്ടായിരിക്കും. റിപ്പബ്ലിക്, നിങ്ങൾ മുന്നേയൊക്കെ പ്രിപ്പറേഷൻ ഇരുന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്.
ഒരു റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഐഡിയോളജിയാണ് ഈ പറയുന്ന ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന പദം. എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും അറിയോ എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? മക്കളെ, ഒരു രാഷ്ട്രത്തിന്, ഏതൊരു രാഷ്ട്രമായിക്കോട്ടെ, ആ രാഷ്ട്രത്തിന് രാഷ്ട്ര തലവനുണ്ടെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് എന്തെന്ന് പറയും? റിപ്പബ്ലിക് ആണെന്ന് പറയും. ഇന്ത്യക്ക് ഒരു രാഷ്ട്ര തലവനുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാ? ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാ? ആരാ ഒന്ന് പറയടാ, ഒന്ന്. ഞാൻ കുറെ തവണയായി ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാ? റീസെന്റ് പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലോട്ട് വന്നിട്ട്, ഇന്ത്യയിലല്ല, സോറി, നമ്മുടെ കേരളത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെ, പ്രസിഡന്റ്, നിലവിലെ രാഷ്ട്രപതി. അതെ അതെ, രാഷ്ട്രപതി. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയാണെങ്കിൽ ദ്രൗപദി മുർമു. നമുക്കറിയാം, ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള, ഇന്ത്യയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിന്റെ സ്വദേശം ഏതാ? ആർക്കെങ്കിലും അറിയോ ദ്രൗപദി മുർമുവിന്റെ സ്വദേശം ഏതാ? അതെ അതെ, സന്താലി ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒഡീഷ. കറക്റ്റ് ആണ്. ഒഡീഷയിലെ സന്താലി ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി. രാഷ്ട്രപതി ആവുന്നതിന് മുന്നേ ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് സ്റ്റേറ്റിന്റെ ഗവർണർ സ്ഥാനമായിരുന്നു അലങ്കരിച്ചിരുന്നത്? ഒരു തവണ ഇങ്ങനെ ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ചോദ്യം. ബീഹാറാണോ? ജാർഖണ്ഡ്. ബീഹാർ അല്ല, ജാർഖണ്ഡ് ആയിരുന്നു കേട്ടോ. ജാർഖണ്ഡ്. റാഞ്ചിയൊക്കെ അറിയത്തില്ലേ? നമ്മുടെ ധോണിയുടെ സ്ഥലം എവിടെ? റാഞ്ചി. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് അവിടെ ജാർഖണ്ഡില. അപ്പോൾ ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഗവർണർ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ദ്രൗപദി മുർമു. ഒരു രാഷ്ട്രത്തിന് രാഷ്ട്ര തലവൻ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിന് നമുക്ക് എന്തെന്ന് പറയാം? റിപ്പബ്ലിക് എന്ന് പറയും. നമ്മുടെ പ്രിയാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പദത്തെ നമുക്ക് കാണാൻ കഴിയും. കുറെ വേർഡ്സുകൾ, ഇന്ത്യയുടെ ചില ആസ്പിറേഷൻസുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചില ലക്ഷ്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട്, ആസ്പിറേഷൻസ് എന്ന് പറയാൻ കഴിയില്ല, ഇന്ത്യയുടെ എന്താ പറയുന്നത്, ലക്ഷ്യങ്ങളെ കുറിച്ച് ആസ്പിറേഷൻ ഒന്ന് നോക്കണം കേട്ടോ. അവിടെ ഒരു കുറെ എന്താ പറയുക, കുറെ വേർഡ്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ഒക്കെ അതിൽ പെടുന്ന ഒരു കാര്യമാണ്. അതിനൊരു ഓർഡർ ഉണ്ട്, അത് പഠിക്കാൻ ഒരു കോഡുണ്ടേ. പസോമജെറി എന്നാണ്. പസോമജെറി, അതായത് പരമാധികാരം, അതുപോലെ തന്നെ സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. അതിൽ ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ എത്രയാ, അഞ്ചാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന പദം. ഓക്കെ, റിപ്പബ്ലിക്. പരമാധികാരം എന്ന് പറഞ്ഞാൽ സോവറിൻ സ്റ്റേറ്റ് എന്നാണ്. സോവറിൻ. ഇന്ത്യ സോവറിൻ ആണ്. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇന്ത്യക്കുള്ളിൽ ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ അഫേഴ്സും എക്സ്റ്റേണൽ അഫേഴ്സും ആ രാജ്യം തന്നെയാണ് അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ, ആ രാജ്യത്തെ നമുക്ക് പരമാധികാര രാജ്യം എന്ന് പറയാം. ഇന്ത്യ ഒരു പരമാധികാര അല്ലെങ്കിൽ സോവറിൻ സ്റ്റേറ്റ് ആണ്. ഇനി സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളെയും ഒരുപോലെ കണക്കാക്കി അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ എല്ലാവർക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസമൊക്കെ നൽകി. ഒരുപോലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വെൽഫെയർ, മീൻസ് ഒരുപോലെ എല്ലാവരും ഒരുപോലെ കണക്കാക്കുന്ന ഒരു ഐഡിയോളജിയാണ് സോഷ്യലിസം. ഇനി സെക്കുലാർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മതമില്ലെങ്കിൽ, അവരുടെ ഭരണഘടനയിൽ ആ രാജ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് എന്തെന്ന് പറയും? സെക്കുലാർ സ്റ്റേറ്റ് എന്ന് പറയും. ഇന്ത്യ ഒരു സെക്കുലാറാണ്, മതേതരത്വ രാജ്യമാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആ രാജ്യത്തെ ജനാധിപത്യ രാജ്യം എന്ന് പറയും. ഇന്ത്യയിൽ നമുക്കറിയാം, പാർലമെന്റ് ഇലക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും ഇലക്ഷൻസ് വരുന്നതാണെങ്കിൽ ഡയറക്റ്റ് ഇലക്ഷനാണ്. ഇനി രാജ്യസഭയിലെയും അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രപതി ഇലക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇനി അവസാനമായിട്ട് റിപ്പബ്ലിക്. ഒരു രാഷ്ട്രത്തിന് രാഷ്ട്ര തലവനുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തെ റിപ്പബ്ലിക് എന്ന് പറയും. സോ ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ ഇതിൻ്റെ ഓർഡർ കറക്റ്റ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോഡ് വേണമെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുക. പസോമജെറി, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. ക്ലിയർ ആണ്? ഇനി ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ
കറക്റ്റ് റിഗാർഡിംഗ് ഇന്ത്യസ് റിപ്പബ്ലിക് ഡേ. കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 76 റിപ്പബ്ലിക് ഡേ വിത്ത് ദ തീം സവർണിം ഭാരത് വിരാസത് അവർ വികാസ്. ഇത് ശരിയാണ്, ഇത് ശരിയായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 76ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥിയാണെങ്കിൽ പ്രബോവോ സുബിയാന്തോ. അദ്ദേഹത്തിന്റെ പേര് പ്രബോവോ സുബിയാന്തോ, ഇന്തോനേഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രബോവോ സുബിയാന്തോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ ഇന്ത്യ വാസ് സുഗാർണോ, അഹമ്മദ് സുഗാർണോ. അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് സുഗാർണോ എന്നാണ്. കറക്റ്റ് ആണ്. ഇവിടെ 2-3 ക്ലാരിഫിക്കേഷൻസ് തരാനുണ്ട്. അതായത് ഇത് മൂന്നും ശരിയാണ്, ഡി ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. സലിഹ, ലിൻറ്റ, കുറേ കുട്ടികളൊക്കെ പറയുന്നത് കറക്റ്റാണ്. ഇനി ഇവിടെ ക്ലാരിഫിക്കേഷനിലോട് വരുന്ന സമയത്ത് മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രാമത്തെ റിപ്പബ്ലിക് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 76ാമത്തെ ദിനാഘോഷമാണ്. ദിനാഘോഷത്തിൻ്റെ കേസ് പറയുമ്പോൾ 76ആണ്. ഇനി വാർഷികം ചോദിക്കുകയാണെങ്കിൽ, ആനിവേഴ്സറി ചോദിക്കുകയാണെങ്കിൽ 75 കേട്ടോ. ആനിവേഴ്സറിയുടെ കേസാണെങ്കിൽ 75, ദിനാഘോഷമാണെങ്കിൽ 76. അതായത് 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നതാണെങ്കിൽ 1950 ജനുവരി 26-നാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ദിനാഘോഷമായിരുന്നു. 51 ആകുമ്പോൾ രണ്ടാമത്തെ ദിനാഘോഷം. അങ്ങനെ വരുമ്പോൾ 2025 76ാമത്തെ ദിനാഘോഷമാണ്. ഇനി വാർഷികത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 1951-ലല്ലേ ഒന്നാം വാർഷികം. അങ്ങനെ നോക്കുമ്പോൾ 2025 75ാമത്തെ വാർഷികമായിരുന്നു. ക്ലിയർ? ദിനാഘോഷവും ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വാർഷികത്തിൻ്റെ രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നല്ല എന്താ പറയുക, നിങ്ങളെ തെറ്റിക്കണം എന്ന് കരുതി ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ 75ാമത്തെ വാർഷികം എന്നൊക്കെ പറയും. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന അല്ലല്ലോ 76 എന്നൊക്കെ കരുതി നിങ്ങൾ അവിടെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് വേണം ആൻസേഴ്സിലൂടെ നിങ്ങൾ പോകാനുള്ളത്. ഇനി ഇവിടെ ഇന്തോനേഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബോവോ സുബിയാന്തോ തന്നെയായിരുന്നു കഴിഞ്ഞ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലോട്ട് എത്തിയിരിക്കുന്നത്. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നോക്കേണ്ടതാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ, അതായത് 1950 ജനുവരി 26 ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിട്ട് അവിടെ എത്തിയിരിക്കുന്നതാണെങ്കിൽ അഹമ്മദ് സുഗാർണോയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് സുഗാർണോ. അപ്പോൾ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ക്ലിയർ ആണ്? നിങ്ങളോടുള്ള ചോദ്യമാണ്, കഴിഞ്ഞ കൊല്ലം 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയ വ്യക്തി ആരായിരുന്നു? PSC ചോദിക്കുന്നെങ്കിൽ 2024 അല്ലെങ്കിൽ 2025, ഇത് രണ്ടുമായിരിക്കും ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. സെറീന പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. ഫ്രാൻസിലെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഒരു GK ക്വസ്റ്റ്യൻ ആണ് മക്കളെ. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ കൊടി ഉയർത്തുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ കൊടി ഔദ്യോഗികമായിട്ട് ഉയർത്തുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഉയർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതി ഭവനിലാണ് കേട്ടോ. രാഷ്ട്രപതി ഭവനിലാണ്, രാഷ്ട്രപതിയുടെ ഭവനത്തിലാണ്, ഔദ്യോഗിക വസതിയിലാണ് എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ കൊടി ആര് ഉയർത്തുന്നത്? രാഷ്ട്രപതി ഉയർത്തുന്നത്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ കൊടി ഉയർത്തുന്നത് ആരാ? ഇന്ത്യയുടെ കൊടി സാധാരണയായിട്ടും, അതായത് ചെങ്കോട്ടയിൽ ഉയർത്തുന്നതാണെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ചെങ്കോട്ടയിലാണ് കേട്ടോ. ചെങ്കോട്ട റെഡ് ഫോർട്ടിലാണ്. കറക്റ്റാണ്. ഇന്ത്യ അഭിസംബോധന ചെയ്യുന്ന, ഔദ്യോഗികമായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. നിലവിൽ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം നരേന്ദ്രമോദിയാണ്. ക്ലിയർ ആണ്? ഇനി ഇവിടെ നിന്നും ചോദിക്കാം, പ്രബോവോ സുബിയാന്തോ 4th ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ടു ബി ദ ചീഫ് ജസ്റ്റിസ് അറ്റ് ദ റിപ്പബ്ലിക് ഡേ പരേഡ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ മുഖ്യ അതിഥിയായിട്ടെത്തുന്ന 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ പ്രബോവോ സുബിയാന്തോ. ആദ്യത്തേതാണെങ്കിൽ അഹമ്മദ് സുഗാർണോ. 2ഉം 3ഉം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യവുമില്ല, അത് നിങ്ങൾ വിട്ടുകളയുക. ആദ്യത്തേതും പഠിക്കുക, 4ാമത്തെ നിലവിലെ വ്യക്തിയും പഠിക്കുക. ആദ്യത്തേതാണെങ്കിൽ അഹമ്മദ് സുഗാർണോ, 4ാമത്തെ വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രബോവോ സുബിയാന്തോ ആണ്. ഇനി ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നതാണെങ്കിൽ കർത്തവ്യ പഥിലാണ് കേട്ടോ. എവിടെയാണ് നടക്കുന്നത്? കർത്തവ്യ പഥിലാണ് നടക്കുന്നത്. കൂടാതെ റീസെൻ്റ്ലി അടുത്തിടെ
ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് വർക്കിംഗ് ഡേ ആയിട്ട് അല്ലെങ്കിൽ പ്രവൃത്തി ദിനമായിട്ട് ഒരു സർക്കുലർ കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര. നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, മഹാരാഷ്ട്രയുടെ നിലവിലെ സി എമ്മിൻ്റെ പേര് നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മഹാരാഷ്ട്രയുടെ നിലവിലെ സി എമ്മിൻ്റെ പേരെന്താ? മഹാരാഷ്ട്രയുടെ ദേവേന്ദ്ര ഭട്നാവിസ് കറക്റ്റാണ്. എടാ, ദേവന്മാരൊക്കെ മഹാന്മാരാണ് എന്ന് ഓർത്തു വെക്കുക. ദേവേന്ദ്ര ഭട്നാവിസ്. ദേവന്മാരെല്ലാം ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മഹാരാഷ്ട്രയുടെ നിലവിലെ സി എം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദേവേന്ദ്ര ഭട്നാവിസ്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. എങ്കിൽ മഹാരാഷ്ട്രയുടെ നിലവിലെ സി എമ്മിന്റെ പേര് പറ. നിങ്ങൾക്ക് തിരിഞ്ഞു പോകുന്ന 2 സ്റ്റേറ്റുകളാണ്. ഒറ്റയ്ക്ക് വന്നോ? ഏത്? കേട്ടില്ല. ഒറ്റയ്ക്ക് വന്നടാ. ഓക്കെ. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. മഹാരാഷ്ട്രയുടെ നിലവിലെ സി എം ആണ് ദേവേന്ദ്ര ഭട്നാവിസ്. ഇനി മധ്യപ്രദേശ് ഞാൻ ചോദിക്കാൻ വന്ന മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നിലവിലെ സി എം ആര് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അറിഞ്ഞൂടെങ്കിൽ നോ, എനിക്കറിയത്തില്ല, ഒന്ന് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക, കമന്റ് ബോക്സ് നിശ്ചലമായിട്ട് കിടക്കുക. മധ്യപ്രദേശിന്റെ നിലവിലെ സി എമ്മിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? നോയാണ് കൂടുതലുള്ളത്. ഡോണ്ട് നോ. മധ്യപ്രദേശ് ആണെങ്കിൽ മോഹൻ യാദവ് കേട്ടോ. മോഹൻ യാദവ് എന്നാണ്. മോഹൻ യാദവ്. എടാ, സാധാരണ ഈ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ ചെറിയൊരു കോഡ്, ഒരു ലോജിക്കാണ്. പല കാര്യങ്ങളും നമ്മൾ ചില സ്റ്റോറീസൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്ത് അത് പഠിക്കാൻ ശ്രമിക്കും. വൈകുന്നേരമൊക്കെ നമ്മൾ ഈ പണിക്കൊക്കെ പോകുന്ന ആൾക്കാർ വൈകുന്നേരം 2 അടിക്കണം എന്ന് പറയുന്ന ഒരു മോഹമാണ് എന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ കണ്ടിട്ടില്ല, വൈകുന്നേരമൊക്കെ ഈ ബാറിൻ്റെ ഫ്രണ്ടിലൊക്കെ സാധാരണ പണിക്ക് പോകുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നതാണ്. സാധാരണ പണിക്ക് പോകുന്നവരും അല്ലാത്തവരൊക്കെ ഈ ബാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ജോലി എടുത്തതിന് ശേഷമാണ് പോകുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മധ്യപ്രദേശ് മോഹൻ യാദവ്. പണി കഴിഞ്ഞാൽ വൈകുന്നേരം 2 അടിക്കുക എന്നതാണ് മോഹം. എന്നിങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. മധ്യപ്രദേശ് മോഹൻ യാദവ്. ക്ലിയർ? സെറ്റ്. ഇനി മറ്റൊരു ചോദ്യം മക്കളെ, ഇതിന് ആൻസർ നിങ്ങൾ പറയണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഈസ് റോങ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് നമ്മുടെ ഈ ഡൽഹിയിലെ ഈ എന്താ പറയുന്നത്, ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി നിലയം വരെയുള്ള, രാഷ്ട്രപതി ഭവൻ വരെയുള്ള, നിലയമല്ല, രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലാണ്, രാഷ്ട്രപതി ഭവൻ വരെയുള്ള ഈ വികസന പ്രോജക്റ്റ് ആയിരുന്നു സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അതായത് നവീകരിച്ചിട്ടുണ്ട്. പഴയ മന്ദിരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാറ്റിയിട്ട് ഇപ്പോൾ പുതിയൊരു എന്താ പറയുന്നത് പാർലമെൻറ്റൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടല്ലേ. സോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ്, സെൻട്രൽ വിസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് വായിച്ചു നോക്കിയിട്ടെന്ന് പറഞ്ഞേ. കുഴപ്പമില്ലടാ, നിങ്ങളെല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിദ്ധരിത് നമ്മൾ പഠിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ ഇനി ഓരോ ദിവസവും കണ്ടന്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാവരും സമന്മാരാവും, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും കണ്ടന്റ് ആവും. അന്ന് നിങ്ങൾ ഇത് പറയാതിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടിക്കും. ഓക്കെ, തൽക്കാലം നിങ്ങൾ തെറ്റിയാലും ഒരു കുഴപ്പമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് ന്യൂ പാർലമെന്റ് ബിൽഡിംഗ് ഓൺ May 28, 2023. മകൾ ഇങ്ങനെ ഒരു എക്സ്ട്രീം ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകാനാണ് സാധ്യത കൂടുതൽ. അത് ശരിയാണ് കേട്ടോ, അതൊരു ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു എന്താ പറയുക, സാധാരണ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഉണ്ടല്ലോ, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ വരുന്നുണ്ടെങ്കിൽ അത് ശരിയാകാനാണ് സാധ്യത കൂടുതലുള്ളത്. ഇവിടെ നോക്കേണ്ടതാണെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ്, ഞാൻ പറഞ്ഞു സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നതാണെങ്കിൽ 2023 May 28 സെറ്റ്. അത് ശരിയാണ്. അപ്പോൾ അതല്ല ആൻസർ. ഇനി രണ്ടാമത്തെ ആണെങ്കിൽ രാജ്യസഭാ ചേംബർ ക്യാൻ അക്കോമഡേറ്റ് 388 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. ഇവിടെ ഡി എന്നും പറയുന്നുണ്ട്, സി എന്നും പറയുന്നുണ്ട്, ബി എന്നും പറയുന്നുണ്ട്. ബി എന്ന് പറഞ്ഞത് സലിഹയാണ്. സലിഹ പറഞ്ഞതാണ് കറക്റ്റ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഈ കാണുന്ന ബി ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ രാജ്യസഭയിൽ എത്രയാണ് സീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 384 ആണ്. ഇവിടെ 388 അല്ല, 384 വരേണ്ടത്.
എത്ര വ്യക്തികളെ, സീറ്റുകൾ എന്ന് പറയുമ്പോൾ എത്ര പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും, എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 384. സോ ഇതാണ് തെറ്റ്. ആ, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഇവിടെ ലോക്സഭയുടെ ചേംബറിന്റെ മാതൃകയാണെങ്കിൽ അവിടെ തീമായിട്ട് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ പീക്കോക്ക് ആണ് അല്ലെങ്കിൽ മയിലാണ് കേട്ടോ. മയിലാണ് അവിടെ പ്രമേയമായിട്ട് വന്നിരിക്കുന്നത്. രാജ്യസഭാ ചേംബറിന്റെ അതിൻ്റെ മാതൃക അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ തീം എന്ന് പറയുന്നതാണെങ്കിൽ ലോട്ടസ് അല്ലെങ്കിൽ താമരയാണ്. താമര താമര. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ലോക്സഭയുടെയും അതുപോലെ രാജ്യസഭയുടെയും തീം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക്, ഞാൻ പറയും, നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നതാണ് ലോക്സഭയിലെ മെമ്പേഴ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾസ് എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. കാരണം നമ്മൾ ലോക്സഭ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി NDA സർക്കാരാണ്. NDA സർക്കാരിൻ്റെ ചിഹ്നമാണ് താമരയാണ്. ആ താമര നേരെ രാജ്യസഭയിൽ റിവേഴ്സ്ഡ് ആയിട്ട് ചിന്തിക്കുക, അത് നേരെ രാജ്യസഭയിലാണ് എന്നോർത്ത് വയ്ക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോകും. സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയാലും എക്സാം ഹോളിൽ ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ പോകും. പക്ഷെ അവിടെ ഞാൻ ഈ പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ, അതായത് ലോക്സഭയിൽ ഭരിക്കുന്നത് BJP ആണ്, അവരുടെ ചിഹ്നം താമരയാണ്. ആ താമര നേരെ റിവേഴ്സ്ഡ് ആയിട്ട് വരും, അത് രാജ്യസഭയുടെ പ്രമേയമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത് നമുക്ക് കിട്ടും ലോക്സഭയിലെ പ്രമേയം എന്ന് പറയുന്നത് പീക്കോക്കാണ്. ക്ലിയർ സെറ്റാണ്. അല്ലെങ്കിൽ ഇവിടെ ആരോ പറയും, ജ്യോതി പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ പീക്കോക്ക്, PP എന്ന് പഠിച്ചു വെച്ചാൽ PP, അത് നല്ലൊരു സാധനമാണ്. PP എന്ന് ഓർത്ത് വയ്ക്കുക. PP എന്ന് ഓർത്ത് വെച്ചാൽ ആ സാധനം ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ സെൻട്രൽ വിസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കണ്ടന്റുകൾ നോക്കാം. ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഫ്രം രാഷ്ട്രപതി ഭവൻ ടു ഇന്ത്യ ഗേറ്റ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ഒരു എന്താ പറയുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ്. ഇതിൻ്റെ തറക്കല്ലിട്ടിരിക്കുന്നതാണെങ്കിൽ 2020 ഡിസംബർ 10 2020 ഡിസംബർ 10 തറക്കല്ലിട്ടതും പ്രൈം മിനിസ്റ്ററാണ്. ഉദ്ഘാടനം ചെയ്തതും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിരുന്നു. അതിന് ഇനാഗുറേഷൻ നിർവഹിച്ചിരിക്കുന്നതാണെങ്കിൽ 2023 മെയ് 28 2023. മകളെ, മോസ്റ്റ് പ്രോബബിലിറ്റി ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റ് ഈ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഡേറ്റ് തന്നെയാണ്. 2023 മെയ് 28 ഡേറ്റ് സഹിതം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, കാരണം അത് ചോദിക്കും. ഇനി ദ ഫൗണ്ടേഷൻ സ്റ്റോൺ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കൺസ്ട്രക്ഷൻ നിർവഹിച്ചിരിക്കുന്നതാണെങ്കിൽ ടാറ്റ പ്രൊജക്റ്റ് ആണ് കേട്ടോ. കൺസ്ട്രക്ഷൻ നിർവഹിച്ചിരിക്കുന്നതാണെങ്കിൽ ടാറ്റ പ്രൊജക്റ്റ്. ഡിസൈൻ ആണെങ്കിൽ HCP ഡിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ്. HCP ഡിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന ആർക്കിടെക്ചർ ചീഫ് ആർക്കിടെക്റ്റ് ആണെങ്കിൽ ബിമൽ പട്ടേൽ. നമ്മുടെ ഏകതാ പ്രതിമയൊക്കെ അറിയത്തില്ല, ഗുജറാത്തിലെ ഏകതാ പ്രതിമയൊക്കെ അതിൻ്റെ ആർക്കിടെക്ചർ കൂടിയായിരുന്നു ബിമൽ പട്ടേൽ. അദ്ദേഹം തന്നെയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, പ്രധാന ആർക്കിടെക്ചർ. ഇനി ഇതിന് എത്ര ഫ്ലോർ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 ഫ്ലോർ ഉണ്ട്. 4 ഫ്ലോറാണ്. കൂടാതെ പ്രധാനപ്പെട്ട 3 ഡോറുകളുണ്ട്. പ്രധാനപ്പെട്ട 3 ഡോറുകൾ ത്രികോണാകൃതിയിലല്ല, അപ്പോൾ അതിൻ്റെ 3 സൈഡുകളിലും 3 ഡോറുകളാണുള്ളത്. ഒന്ന് ഗ്യാൻ ദ്വാർ, ശക്തി ദ്വാർ, കർമ്മദ്വാർ. ഗ്യാൻ ദ്വാർ, ശക്തി ദ്വാർ, കർമ്മദ്വാർ. മകളെ, ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണമാണെങ്കിൽ 888. രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണമാണെങ്കിൽ 384. ലോക്സഭയിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എടാ ലോക്സഭയിൽ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾസ് ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി മെമ്പേഴ്സുകൾ കൂടുതലുള്ള ഒരു സഭ കൂടിയാണ് ഈ ലോക്സഭ എന്ന് പറയുന്നത്. സോ എണ്ണത്തിൽ കൂടുതൽ വരുന്നത് ലോക്സഭയിലാണ് 888, ഒരു ഫാൻസി നമ്പർ. ഇനി രാജ്യസഭയിലെ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 384. ഇവിടെ 3, ഇവിടെ 4, അകത്ത് 8. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഈ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്, വലിയൊരു കോൺട്രവേഴ്സി അഴിച്ചു വിട്ടുകൊണ്ടായിരുന്നു അന്നൊരു ഇനാഗുറേഷൻ നടന്നത്. അവിടെ നമുക്കറിയാം, പഴയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ മ്യൂസിയം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി, അദ്ദേഹത്തിൻ്റെ വീട് മ്യൂസിയമാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ ഇരുന്ന പഴയ പാർലമെന്റ് മന്ദിരം അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ മ്യൂസിയത്തിൽ ഒരു ചെങ്കോൽ ഉണ്ടായിരുന്നു. അതായത് 1900
47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു അധികാര കൈമാറ്റ സൂചകമായിട്ട് അന്ന് മൗണ്ട് ബാറ്റന്റെ കയ്യിൽ നിന്നും ഒരു ചെങ്കോൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സാധനം അദ്ദേഹം നേരെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വസതിയിലാണ് കൊണ്ടുവച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മ്യൂസിയത്തിലാണ് നിലനിന്നിരുന്നത്. അതിനെ നിലവിൽ കേന്ദ്ര സർക്കാർ അത് നേരെ കൊണ്ടുവന്ന് സ്പീക്കറിൻ്റെ പോഡിയത്തിൻ്റെ സമീപം കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പോഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പോഡിയത്തിൻ്റെ സമീപം ഇങ്ങനെ ഗ്ലാസ് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്: നിലവിലെ ലോക്സഭയിലെ സ്പീക്കറിൻ്റെ പേരെന്താണ്? ലോക്സഭയിലെ നിലവിലെ സ്പീക്കറിൻ്റെ പേര് നിങ്ങൾ പറയണം. നിങ്ങൾ എല്ലാ കൂട്ടുകാരും നിലവിലെ നമ്മുടെ സ്പീക്കറിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. നിലവിലെ ലോക്സഭയിലെ സ്പീക്കറിൻ്റെ പേരെന്താ? ഓം ബിർള. കറക്റ്റാണ്. നിലവിൽ എത്രാമത്തെ ലോക്സഭയാണ് ഓടുന്നത്? ഇന്ത്യയിൽ നിലവിൽ എത്രാമത്തെ ലോക്സഭയാണ് ഓടുന്നത്? നിലവിൽ എത്രാമത്തെ ലോക്സഭയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിലവിൽ എത്രാമത്തെ ലോക്സഭയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതെല്ലാം പഠിപ്പിക്കും, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുന്നത് മാത്രം. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. യെസ്, കറക്റ്റാണ്. മനസ്സിലായില്ലേ? നിലവിൽ 18ാമത്തെ ലോക്സഭയാണ് കേട്ടോ. നിലവിൽ 18ാമത്തെ ലോക്സഭയാണ്. കഴിഞ്ഞ തവണ 17ആയിരുന്നു. നിലവിൽ 18ആണ്. നിലവിൽ 18ാമത്തെ ലോക്സഭയാണ്. തിരിഞ്ഞു പോരുത്. എനിക്ക് തന്നെ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നു. ഞാനൊന്ന് നോക്കിയിട്ടാണ് പറയുന്നത്. എനിക്ക് തന്നെ പെട്ടെന്ന് ഒരു നിങ്ങൾ പെട്ടെന്ന് 17 പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു വലിയൊരു കൺഫ്യൂഷൻ അവിടെ വരും. അപ്പോൾ 18ാമത്തെ ലോക്സഭയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ, എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിലവിലെ സ്പീക്കറിൻ്റെ പേരാണെങ്കിൽ ഓം ബിർളയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഒരു ക്ലൂ ആണ് കേട്ടോ. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ പേര് നിങ്ങൾക്കറിയോ? കഴിഞ്ഞ തവണ 17ാമത്തെ ലോക്സഭയിലും അദ്ദേഹം അതേ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ലോക്സഭയിലോട്ട് എത്തിയിരിക്കുന്നത്. നിലവിലും അദ്ദേഹം അതേ മണ്ഡലം തന്നെയാണ്. രാജസ്ഥാനിലെ കോട്ടയാണ് കേട്ടോ. രാജസ്ഥാനിലെ കോട്ട PSC യുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജനറൽ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കോട്ടയാണ് കേട്ടോ. ഇപ്പോൾ ലോക്സഭയുടെ നിലവിലെ സ്പീക്കർ ആണെങ്കിൽ ആരാണ്? ആരാ? ഓം ബിർളയാണല്ലോ. ഓം ബിർള. എൻ്റെ ചോദ്യം, രാജ്യസഭയുടെ നിലവിലെ സ്പീക്കർ ആരാണ്? രാജ്യസഭയുടെ നിലവിലെ രാജ്യസഭയുടെ സ്പീക്കറിൻ്റെ പേരെന്താ? നമുക്കറിയാം, റീസെൻ്റ്ലി ഈ ജഗ്ദീപ് ധങ്കറാണ് അവിടെ രാജ്യസഭയുടെ സ്പീക്കറായിരുന്ന വ്യക്തി. നമുക്കറിയാം, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് എല്ലായ്പ്പോഴും രാജ്യസഭയുടെ സ്പീക്കർ ആവുന്നത്. രാജ്യസഭയുടെ സ്പീക്കർ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരിക്കും. എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും അദ്ദേഹം. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. റീസെൻ്റ്ലി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധങ്കർ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയുണ്ടായി. അടുത്തിടെ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിലൂടെ വിജയിച്ച് വന്നതാണെങ്കിൽ CP രാധാകൃഷ്ണനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് CP രാധാകൃഷ്ണൻ. സ്വദേശം നിങ്ങൾക്കറിയോ? സ്വദേശം ചോദിക്കും. തമിഴ്നാടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്വദേശം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. നിലവിൽ രാജ്യസഭയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യസഭയുടെ ചെയർമാനാണ്. സ്പീക്കർ അല്ല, അവിടെ ചെയർമാനാണ് കേട്ടോ. രാജ്യസഭയുടെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സെറ്റാണോ? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പോവാം. ഇവിടെ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ഭാരതീയ ന്യായ സംഹിത BNS 2023? അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു 3 നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ
എന്താ പറയുന്നത് CRPC, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഒന്ന് IPC, CRPC, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഈ 3 നിയമങ്ങളും പണ്ട് മുതലേ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടം ഉണ്ടായിരുന്ന സമയത്തെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഈ കൊളോണിയൽ കാലഘട്ടങ്ങളിലെ ഉണ്ടായിരുന്ന ആ നിയമങ്ങളൊക്കെ നിലവിൽ ഇന്ത്യയിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ ഈ ഭാരതീയ ന്യായ സംഹിത, ഈ ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ല ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത 2023 വിച്ച് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 1 ജൂലൈ 2025 എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത 2023 കണ്ടെയ്ൻസ് 20 ചാപ്റ്റർ ആൻഡ് 358 സെഷൻസ്. Gwalior bike theft become first case under BNS in country. Kerala's first BNS case in Kondoti. ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇവിടെ ആൻസർ സലിഹയും അതുപോലെ തന്നെ രമ്യയും പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരും ആൻസർ പറയുന്നില്ല. ടീന, എല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് ഉഷാറോടെ ഒന്ന് ഇരുന്നാടെ. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ കാണുമല്ലോ, ഇതിൽ ഇതായിരിക്കാം ശരി എന്നുള്ള ഒരു അറിഞ്ഞുകൂടെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. പറഞ്ഞുകൂടാ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, അങ്ങ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നതാണെങ്കിൽ ഇൻകറക്റ്റ് ആണെങ്കിൽ മക്കളെ ഏതാണ്? ഇതാണ് ഇൻകറക്റ്റ്. കാരണം മക്കളെ 2025 അല്ല ഇവിടെ വർഷം, 2024 കേട്ടോ. 2024 എന്ന് മനസ്സിലാക്കുക. 2024 ജൂലൈ 1 ഇത് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ കെയിം ഇൻ ടു എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2024 ജൂലൈ 1 ഇവിടെ 20 ചാപ്റ്റർ 358 സെഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ BNS ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഗ്വാളിയോർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, ഒരു സംശയമില്ല, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്വാളിയോറിലാണ് ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൊണ്ടോട്ടിയിലാണ്. എവിടെയാ? കൊണ്ടോട്ടിയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്വാളിയോറിലും, കേരളത്തിലെ കേസ് നോക്കുന്ന സമയത്ത് കൊണ്ടോട്ടിയിലുമാണ്. സോ ഈ 3 കണ്ടന്റും ശരിയാണ്. ഇവിടെ നിലവിൽ വന്നിരിക്കുന്നതാണ് 2024 ജൂലൈ 1 2024 ജൂലൈ 1 ഓൾ സെറ്റ്. ഇനി ഈ BNS, അതായത് പുതിയ നിയമങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, IPC, CRPC, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളും പരിഷ്കരിച്ചിട്ടാണ് നിലവിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPC 860 പകരമായിട്ട് നിലവിൽ പരിഷ്കരിച്ചിരിക്കുന്നതാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത 2023 സെറ്റാണ്. ഇനി ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അല്ലെങ്കിൽ CRPC, അത് 1973 നിലവിൽ അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് മാറ്റിയിരിക്കുന്നത്. നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണെങ്കിൽ നിലവിൽ പരിഷ്കരിച്ചിരിക്കുന്നതാണെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. മകളെ വർഷമെല്ലാം ഒന്ന് തന്നെയാണ്. ഈ ബില്ലുകൾ, ഈ നിയമങ്ങളുടെയൊക്കെ പുതിയ ബില്ലുകൾ പാർലമെൻറ്റിലൊക്കെ അവതരിപ്പിച്ചതും പിന്നീട് ലോക്സഭ പാസ്സാക്കിയതും രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്നതും പ്രസിഡന്റ് സൈൻ ചെയ്തിരിക്കുന്നതും നിലവിൽ വന്നിരിക്കുന്നത്, ഇതെല്ലാം ഒരേ ഡേറ്റുകൾ. ഞാൻ ആ ഡേറ്റുകൾ പറഞ്ഞുതരും. ഈ 3 കാര്യത്തിലും ഒരേ കണക്കാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് വന്നതാണെങ്കിൽ BNS, CRPCക്ക് പകരമായിട്ട് വന്നിരിക്കുന്നതാണെങ്കിൽ BNSS, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമാണെങ്കിൽ BSA ആണ്, അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയമാണ്. സെറ്റാണ്. ഇവിടെ നോക്കിയ ഭാരതീയ ന്യായ സംഹിത വിച്ച് റീപ്ലേസ്ഡ് ഇന്ത്യൻ പീനൽ കോഡ് 1860 വാസ് ഷെഡ്യൂൾഡ് ടു കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ ജൂലൈ 1, 2024. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന്, സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ സ്ലൈഡ് രമ്യ ഞാൻ ഈ കണ്ടന്റ് എടുത്ത് തീർത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഈ ഫ്ലോയിങ് പോകും, അതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് ബിൽ ഇൻട്രൊഡ്യൂസ്, ആദ്യമായിട്ട് ഈ പരിഷ്കരണ ബില്ലുകൾ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ 2023 ഓഗസ്റ്റ് 11 2023 ഓഗസ്റ്റ് 11
ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. അമിത്ഷാ നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്? ആഭ്യന്തര വകുപ്പല്ലേ. ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ സഹകരണവും കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അമിത്ഷായാണ്. കൂടാതെ സഹകരണം, കോപ്പറേഷൻ കേട്ടോ, കോപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നതും കോപ്പറേഷൻ ആണ്. കോപ്പറേറ്റീവ് കൈകാര്യം ചെയ്യുന്നത് ആരാ? ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാ? യൂണിയൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാ? ഒന്ന് പറഞ്ഞേ. ഇന്ത്യയുടെ നിലവിലെ യൂണിയൻ കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എന്താ പറയുന്നത്, എന്നാ പറയുന്നത്, മലയാളത്തിൽ തന്നെ വേടില്ലെന്നാ തോന്നുന്നത്. കോപ്പറേറ്റീവ് കൈകാര്യം ചെയ്യുന്നത് ആരാ? ആർക്കെങ്കിലും അറിയോ? നിലവിലെ കോപ്പറേറ്റീവ് കൈകാര്യം ചെയ്യുന്നത് ആരാ? പലതവണയും ഫീസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ കോർപ്പറേറ്റ് കാര്യം. അതായത് 17ാമത്തെ ലോക്സഭ ഉണ്ടായിരുന്ന സമയത്ത് നിലവിലെ കോർപ്പറേറ്റ് മന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായിരുന്നു ജനറൽ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ നിർമ്മല സീതാരാമനാണ് കേട്ടോ. കോർപ്പറേറ്റ് കാര്യം കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ നിർമ്മല സീതാരാമൻ, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. ഇവിടെ കോർപ്പറേഷൻ സഹകരണം കേട്ടോ, സഹകരണം കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ അമിത്ഷാ. കൂടാതെ ഹോം മിനിസ്റ്ററും അമിത്ഷായാണ്. ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എക്സാമിൻ ദ ബിൽ ആൻഡ് ദ വിഡ്രോ ഇറ്റ് ഇൻക്ലൂഡിംഗ് സം റെക്കമെൻഡേഷൻ. ഇവിടെ 2023 ഓഗസ്റ്റ് 11 ഈ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചെങ്കിലും ഇതിലെ ചില അപാകതകൾ മുൻകാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റിക്ക് ഈ ബില്ലിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട് പറഞ്ഞയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എക്സാമിൻ ദ ബിൽ ആൻഡ് വിഡ്രോ ഇറ്റ്. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത് വിശദമായിട്ട് പരിശോധിക്കുകയും ഇത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. കൂടാതെ പാർലമെൻറ്റിന് വീണ്ടും കുറച്ച് റെക്കമെൻഡേഷൻസ്, ഈ ബില്ല് ഒന്നും കൂടി പരിഷ്കരിക്കുന്നതിന് വേണ്ടി ചില റെക്കമെൻഡേഷന് വേണ്ടി തിരികെ അയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണെങ്കിൽ ബ്രിജ് ലാലാണ് കേട്ടോ. 8 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 8 പേരുണ്ടായിരുന്നു. അതിലെ ചെയർമാൻ്റെ പേരാണെങ്കിൽ ബ്രിജ് ലാലായിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്. ബ്രിജ് ലാലായിരുന്നു ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മകളെ. ലിറ്ററലി പറയുകയാണെങ്കിൽ ഈ കണ്ടന്റ്, ഈ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണെങ്കിൽ 2023 ബില്ല് അവതരിപ്പിച്ചതാണെങ്കിൽ അമിത്ഷാ ആയിരുന്നു. പിന്നീട് ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട്ട് അയക്കുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഡ്രോ ചെയ്യുകയും ഇത് റെക്കമെൻഡേഷന് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആകെ 8 പേരുണ്ടായിരുന്നു. ആ 8 പേർ അടങ്ങുന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണെങ്കിൽ ബ്രിജ് ലാലായിരുന്നു. MP ആയിട്ടുള്ള ബ്രിജ് ലാലായിരുന്നു. ദ സെക്കൻഡ് റിവേഴ്സ്ഡ് ബില്ല് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് December 12, 2023. അപ്പോൾ ഈ റിവേഴ്സ്ഡ് ആയിട്ടുള്ള വീണ്ടും ചില റെക്കമെൻഡേഷൻസുകളൊക്കെ ആഡ് ഓൺ ചെയ്ത് പാർലമെൻറ്റിൽ ഈ സെക്കൻഡ് റിവേഴ്സ്ഡ് ബില്ല് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. കാര്യം കമൻറ്റ് ബോക്സ് നിശ്ചലമായിട്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ശരി, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ സെക്കൻഡ് റിവേഴ്സ്ഡ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ December 12, 2023. പിന്നീട് ഈ റിവേഴ്സ്ഡ് ബിൽ വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണെങ്കിൽ, ലോക്സഭയിൽ അവതരിപ്പിച്ചതാണെങ്കിൽ 2023 December 12 മക്കളെ, ഇനി പറയാൻ പോകുന്ന ഡേറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നതാണെങ്കിൽ December 20 December 20 ലോക്സഭ പാസ്സാക്കി. ഇനി രാജ്യസഭ മക്കളെ, ഒരു സാധാരണ ബില്ലുകളാണല്ലോ മക്കളെ, അമെൻഡ് ചെയ്താണല്ലോ ബില്ലുകൾ എന്ത് ചെയ്യുന്നത്, നിയമങ്ങളാക്കുന്നത്. അതിനെ അവിടെ ആർട്ടിക്കിളൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുവരണം, പുതിയൊരു നിയമം നിർമ്മിക്കണം. അതുപോലെ തന്നെ നിലവിലെ നിയമങ്ങൾ ഓൾട്ടർ ചെയ്യണം, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ 385 ആർട്ടിക്കിളായിരുന്നു. 395 ആർട്ടിക്കിളായിരുന്നു. അതിനുശേഷം ഒരുപാട് നിയമങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ബില്ലുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ബില്ല് അത് പാസ്സാക്കി രാഷ്ട്രപതി സൈൻ ചെയ്താൽ മാത്രമേ ബില്ലുകൾ നിയമമായിട്ട് മാറുകയുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ബില്ലുകൾ എങ്ങനെ അവതരിപ്പിക്കുന്നത്? സാധാരണ ബില്ല് വേണമെങ്കിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കും. ഇതിലേതെങ്കിലും ഒരു സഭയിൽ ഒരു MPക്ക് എന്ത് ചെയ്യാം? ഒരു ബില്ല് അവതരിപ്പിക്കാം. ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ 3 പ്രൊസീജിയേഴ്സുകളുണ്ട്. 1 ഫസ്റ്റ് റീഡിങ്, 2 സെക്കൻഡ് റീഡിങ്, 3 തേർഡ് റീഡിങ്. ഫസ്റ്റ് റീഡിങ് ബില്ല് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബില്ല് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു അമിത്ഷാ എന്ന് പറയുന്നത്.
ആ ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ അത് ഓക്കെ ആണ്, കുഴപ്പമില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായിട്ട് ഇതിൻ്റെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി, അതിന് വകുപ്പ് തല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സെക്കൻഡ് റീഡിങ്ങിന് വേണ്ടി പറഞ്ഞയക്കുന്നു. സെക്കൻഡ് റീഡിങ്ങിൽ അതിൻ്റെ വകുപ്പ് തല കാര്യങ്ങൾ നിയമവശങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അതും ഓക്കെ ആണെങ്കിൽ തേർഡ് റീഡിങ്ങിലോട്ട് പറഞ്ഞയക്കുന്നു. തേർഡ് റീഡിങ്ങിൽ ഏതാണോ സഭ, ഇപ്പം ലോക്സഭയിലാണ് ബില്ല് അവതരിപ്പിച്ചെങ്കിൽ ആ സഭയിലെ അധ്യക്ഷൻ, ലോക്സഭയിലെ അധ്യക്ഷൻ സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാറൻറ്റോടുകൂടി അടുത്ത സഭയിലോട്ട് പറഞ്ഞയക്കുന്നു. അടുത്ത സഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയിലും സെയിം പ്രൊസീജിയർ, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. ഫസ്റ്റ് റീഡിംഗ് അത് ബില്ല് അവതരിപ്പിക്കുന്നു. സെക്കൻഡ് റീഡിങ്ങിൽ അതിൻ്റെ വകുപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. തേർഡ് റീഡിങ്ങിൽ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണോ, രാജ്യസഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ടുള്ള ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സൈനും വാറൻറ്റോടു കൂടി നെക്സ്റ്റ് എങ്ങോട്ട് പോകുന്നു? രാഷ്ട്രപതിയുടെ ഓഫീസിലോട്ട് പോകുന്നു. രാഷ്ട്രപതിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സൈൻ ചെയ്താൽ ബില്ല് നിയമമായിട്ട് മാറുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിലെ ചില പോരായ്മകളൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ വീണ്ടും പാർലമെൻറ്റിലോട്ട് പറഞ്ഞയക്കാം. വീണ്ടും പാർലമെൻറ്റിലോട്ട് അത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തിരിക്കണം? പാർലമെൻറ്റ് വീണ്ടും ഒരു കമ്മിറ്റി കൂടി അതിനെ റെക്കമെൻഡേഷൻസുകളൊക്കെ കൂടി ഉൾപ്പെടുത്തി വീണ്ടും പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലോട്ട് അയക്കുകയാണെങ്കിൽ അവിടെ പ്രസിഡൻറ്റ് നിർബന്ധമായിട്ടും ബില്ലിൽ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ആ ബില്ല് എത്ര കാലം വരെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു അധികാരത്തെയാണ്, ഈ 3 അധികാരത്തെയാണ് നമ്മൾ വീറ്റോ അധികാരം എന്ന് പറയുന്നത്, രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം എന്ന് പറയുന്നത്. സോ അങ്ങനെ രാഷ്ട്രപതി ഈ ബില്ല് പോക്കറ്റ് വീറ്റോ, വീറ്റോ അധികാരം, വീറ്റോ അധികാരങ്ങളിൽ വരുന്ന ഒന്നാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അതൊരു മറ്റൊരു ചോദ്യമാണ്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. ഗ്യാനി സെയിൽ സിംഗ് ഇന്ത്യയുടെ അന്നത്തെ ഒരു പോസ്റ്റ് ഓഫീസ് ഭരണപരിഷ്കാര ബില്ലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര നാൾ വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അൺസർട്ടനിറ്റി പീരീഡിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള ഡിസ്ക്രിഷണറി അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, ക്ലിയർ ആണേ? അങ്ങനെ പ്രസിഡന്റ് ഈ ബില്ലിന് അസന്റ് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ 2023 ഡിസംബർ 25-നാണ്. 2023 ഡിസംബർ 25-ന് സെറ്റാണേ. ഇനി ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, കാര്യം ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ആയിട്ടിട്ട്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ സ്ലൈഡ് കൂടി നമുക്കൊന്ന് കാണിക്കാം. ആരും പോയി കളയരുത് കേട്ടോ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ സ്ലൈഡാണ്. പുതിയ പാർലമെൻറ്റ് അത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് 2023 മെയ് 28. ഇവിടെ രാജ്യസഭയുടെ സീറ്റുകളുടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ 384. ലോക്സഭയുടെ കേസാണെങ്കിൽ 888. ഇവിടെ ലോക്സഭയുടെ ചേംബറിൻ്റെ മാതൃക അല്ലെങ്കിൽ അതിൻ്റെ തീമാണെങ്കിൽ പീക്കോക്ക്, രാജ്യസഭയിലാണെങ്കിൽ ലോട്ടസ് ആണ്. പിന്നീട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർവഹിച്ചിരിക്കുന്ന ടാറ്റ പ്രോജക്റ്റ്, ഡിസൈൻ ആണെങ്കിൽ HCB ഡിസൈൻ, ചീഫ് ആർക്കിടെക്ചർ ആണെങ്കിൽ ബിമൽ പട്ടേൽ. 4 ഫ്ലോറുകളുണ്ട്. ഗ്യാൻ ദ്വാർ, ശക്തി ദ്വാർ, കർമ്മദ്വാർ. കൂടാതെ 1947 ജവഹർലാൽ നെഹ്റുവിന് മൗണ്ട് ബാറ്റൺ കൈമാറിയിരിക്കുന്ന ആ ചെങ്കോൽ നിലവിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ സ്പീക്കറിൻ്റെ പോഡിയത്തിലാണ്. നിലവിലെ സ്പീക്കറിൻ്റെ പേരാണെങ്കിൽ ഓം ബിർളയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണെങ്കിൽ കോട്ടയാണ്. സെറ്റാണേ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ ലൈവിലുള്ള എല്ലാ കുട്ടികളും ആത്മാർത്ഥമായിട്ട് വന്ന് നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് ഈ ക്ലാസ് ഓക്കെയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ഫ്രം ദ ഹേർട്ടിൽ നിന്ന് നിങ്ങളുടെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കുക. എല്ലാവരും പറയണം കേട്ടോ. നിങ്ങളുടെ ലൈവിൽ നിലവിൽ തുടരുന്ന കുട്ടികളാണ് പറയേണ്ടത്. റെക്കോർഡ്സ് കാണുന്ന കുട്ടികളായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ്. കാര്യം എന്ത് പോരായ്മയുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ച് പോവുക എന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, അതല്ല നിങ്ങൾക്ക് പിന്നീടാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ നമ്പർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഒബീസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഒരു കഴിവതും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും. അതിനർത്ഥം ടീം നിങ്ങളോടെ ഉണ്ട്,
ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതുപോലെ ഫോളോ ചെയ്യുക. കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചോളം ഞാൻ ഫുൾ സിലബസ് മീൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. എവിടെ നിന്നും വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നമ്മുടെ എക്സാമിന് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാവരും ക്ലിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരും. അതിന് മേലുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരുപക്ഷെ നമ്മൾ പഠിക്കാത്ത, നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കണ്ടൻറ്റാണ് വന്നത് എന്ന് നിങ്ങൾ കരുതുക. അത് എഴുതുന്ന നിങ്ങൾക്കും നിങ്ങളോട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന മറ്റു കുട്ടികൾക്കും ഒരുപോലെ പാടായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് എന്താ പറയുന്നത്, തലമുണ്ണാക്കേണ്ട ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ അവിടെ വിടുക. ബാക്കിയുള്ള ഏരിയ നിങ്ങൾ നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് ഓക്കെ. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് എന്ന് ഞാനിവിടെ ഫ്രം ദ ബിഗിനിൽ നിന്ന് തരുവാണ് കേട്ടോ. ശരി, അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് എന്തായാലും ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിലിരിക്കാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു.